പക്ഷേ LDF മാറി ഞങ്ങൾ കയറണമെന്ന് UDF ആഗ്രഹിക്കുന്നുണ്ട്. അത് എന്തിനു വേണ്ടിയിട്ടാണ് പറയുന്നത്? അവർ പറയുന്നത് ഞങ്ങൾക്ക് സർക്കാർ ഉണ്ടാക്കണമെന്നല്ല. അത് മാത്രമല്ല പറയുന്നു, 10 കൊല്ലം പ്രതിപക്ഷ പാർട്ടി ആവുമ്പോൾ പ്രതിപക്ഷ പാർട്ടീൻ്റെ ഒരു ഉത്തരവാദിത്വം അവർ ചെയ്തോ? ഇല്ല. 100% നിങ്ങൾ ഒന്നും പരിശോധിച്ച് നോക്കിക്കോളൂ. കാരണം ഇന്ത്യ അലയൻസിൻ്റെ ഭാഗമായിരുന്നു, അതിനെ അപ്സെറ്റ് ചെയ്യേണ്ടതെന്നായിരുന്നു അവരുടെ ഒരു അഭിപ്രായം. പക്ഷേ ഇതൊരു ചെറിയ ഒരു കാര്യമല്ലല്ലോ അല്ലേ? ഇപ്പൊ ഈ CPM BJP ഡീൽ എന്ന ആരോപണം തന്ത്രപരമായിട്ട് തന്നെ അവർ അതിനെ അത് നോക്കൂ, തെലങ്കാനയിൽ അത് ചെയ്ത കാര്യമാണ്, അവരെ ഒരു സ്ട്രാറ്റജിയാണ്, അവരുടെ ഒരു പൊളിറ്റിക്കൽ തന്ത്രമാണ്. എന്താണ് തന്ത്രം? ഞങ്ങളുടെ പെർഫോമൻസിനെ കുറിച്ചോ ഞങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത് അതിനെക്കുറിച്ചോ ഒന്നും ചർച്ച ചെയ്യാൻ പാടില്ല. ശ്രദ്ധ തിരിച്ച് ഒരു പുതിയ ഇഷ്യൂ മാനുഫാക്ചർ ചെയ്യുക. എന്താണ് ഇഷ്യൂ? തെലങ്കാനയിൽ എന്താ ചെയ്തത്? BRS ഇൻകംബൻറ്റ് സർക്കാരായിരുന്നു, നല്ല ആൻറ്റി ഇൻകംബൻസി ഉണ്ടായിരുന്നു. ആ ആൻറ്റി ഇൻകംബൻസിന് ഗുണം BJP കിട്ടുന്ന സ്ഥിതി കാണുമ്പോൾ കോൺഗ്രസ് ഒരു പ്രചരണം തുടങ്ങി. എന്താണ് പ്രചരണം? BRS BJPൻ്റെ B ടീമാണ്. എന്ത് നടന്നു? മൊത്തം മുസ്ലിം വോട്ട്, BRSന് കിട്ടുന്ന മുസ്ലിം വോട്ട് മൊത്തം കോൺഗ്രസിലേക്ക് പോയി. തെലങ്കാന സ്റ്റേറ്റിൻ്റെ ഫോർമേഷൻ ഒപ്പോസ് ചെയ്ത പാർട്ടി ആര്? കോൺഗ്രസ് പാർട്ടി. തെലങ്കാന ഉണ്ടാവാൻ പാടില്ല, രൂപീകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ പാർട്ടി ഈ നുണ പറഞ്ഞ് ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ച് മുസ്ലിം വോട്ട് പിടിച്ച് BRSനെ പുറത്താക്കി BJPനെ ഓപ്പോസിഷൻ പാർട്ടിയിൽ ആക്കി. ഇതാണ് അവർ തന്ത്രം. പക്ഷേ ഇവിടെ അങ്ങനെ താങ്കൾ ഉദ്ദേശിക്കുന്ന മുസ്ലിം വോട്ടുകളാണ്. ഇവിടെ അങ്ങനെ CPM-ഉം BJPയും തമ്മിൽ ഡീൽ എന്ന് കോൺഗ്രസ് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ മുസ്ലിം വോട്ടുകൾ കോൺഗ്രസിലേക്കും UDF-ലേക്കും വരുമെന്ന് ഈ തന്ത്രം ഇറക്കിയവർ വിചാരിക്കുന്നു എന്നുള്ളതാണല്ലോ. അതെ, 100%. പക്ഷെ അങ്ങനെ ഇപ്പം മണ്ഡലങ്ങൾ എടുത്ത് നോക്കിയാൽ അങ്ങനെയല്ല. സ്വാഭാവികമായിട്ടും മുസ്ലിം കമ്മ്യൂണിറ്റി BJP വരരുത് എന്ന് ആഗ്രഹിക്കും. അവർക്കറിയാം. ഇപ്പോൾ ഞാനൊരു കോൺഗ്രസ് പാർട്ടീൻ്റെ ഒരു ലീഡറാണ്, ആനലിസ്റ്റാണ്, അഡ്വൈസർ ആണെങ്കിൽ എൻ്റെ വോട്ട് എവിടുന്നാണ് വരാൻ പോകുന്നത്? മൈനോറിറ്റി വോട്ടല്ലേ കോൺഗ്രസ് പാർട്ടീൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വോട്ട്? എന്നിട്ടല്ലേ മറ്റേ വോട്ട് അവർ പിടിക്കാൻ പോകുന്നത്? ആ വോട്ട് അൺഷോർ ആവുമ്പോൾ ഇത് എവിടെ നോക്കിയാലും അവർ ചെയ്യുന്ന കാര്യമാണ്. ഉത്തർപ്രദേശിൽ, ഹരിയാനയിൽ, മഹാരാഷ്ട്രയിൽ ഇവർ ആദ്യത്തെ പൊളിറ്റിക്കൽ തന്ത്രം എന്ന് പറഞ്ഞാൽ, രാഷ്ട്രീയ തന്ത്രം എന്ന് പറഞ്ഞാൽ, എങ്ങനെയെങ്കിലും ഞങ്ങളാണ് ഈ BJPൻ്റെ എതിരെ നിങ്ങളെ സംരക്ഷിക്കാൻ പോകുന്ന ഒരു പാർട്ടി എന്നൊരു നറേറ്റീവ് സൃഷ്ടിക്കാൻ അവർ ശ്രമിക്കും. എന്നിട്ട് ഓപ്പോസിഷൻ പാർട്ടിയാണ് BJPൻ്റെ ഒപ്പം എന്ന് പറയും.